നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ അന്തിക്കാട് സെന്ററിന്റെ ജനുവരി മാസത്തെ അവലോകന യോഗം ഫെബ്രുവരി 28 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചേരും. പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേരുന്ന പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ 2026 നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് രൂപരേഖ തയ്യാറാക്കും. പുതിയ ഭാരവാഹികളെ ചുമതലയേൽപ്പിക്കൽ, സബ് കമ്മിറ്റികളുടെ രൂപീകരണം, ഇന്റേണൽ ഓഡിറ്റർ, ഓഫീസ് ക്ലർക്ക് എന്നിവരുടെ നിയമനം, കെട്ടിട നിർമ്മാണവും ഫണ്ട് സമാഹരണവും തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളും തീരുമാനങ്ങളും എടുക്കുമെന്ന് പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്റർ, സെക്രട്ടറി ശിവരാമൻ മാസ്റ്റർ, ട്രഷറർ വിജയൻ മാണിക്കൊത്ത് എന്നിവർ അറിയിച്ചു. ഹൈദരാബാദ് NIMSMEയിൽ നടക്കുന്ന IAPC ഇന്റർനാഷണൽ കോൺഫറൻസ് സമാപിച്ചു. 4 ദിവസമായി നടന്ന കോൺഫറൻസിൽ ക്ലിനിക്കൽ വിഷയങ്ങൾക്ക് പുറമെ പാലിയേറ്റീവ് പരിചരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ഹോസ്പീസ്, ഹോം കെയർ, നഴ്സിംഗ് കെയർ, വോളണ്ടിയർ പ്രവർത്തനങ്ങൾ എന്നിവയും ചർച്ചയായി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 700-ലേറെ പേർ പങ്കെടുത്ത കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ വിവിധ അവാർഡുകളുടെ വിതരണവും നടന്നു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാങ്കേതിക പ്രകൃതി സൗഹൃദ കോൺഫറൻസ് ആയിരുന്നു ഇത്തവണത്തേത്. ഇയർഫോൺ വഴി സെഷനുകൾ കേൾക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയതിനാൽ ശബ്ദ നിയന്ത്രിത അന്തരീക്ഷവും പ്ലാസ്റ്റിക് വിമുക്തമായതിനാൽ പ്രകൃതി സൗഹൃദ അന്തരീക്ഷവും ഒരുക്കുന്നതിൽ സംഘാടകർ വിജയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പ്രാതിനിധ്യവും ഇക്കുറി എടുത്തു പറയത്തക്കതായിരുന്നു. ആൽഫ കുട്ടനാട് സെന്ററിൽ പരിചരണത്തിലിരിക്കെ മരണമടഞ്ഞ 2 പേരുടെ ഓർമ്മദിനം ആചരിച്ചു. തലവടി സ്വദേശികളും 2 വർഷത്തിലധികമായി പരിചരണത്തിലുള്ളവരുമായ കുഞ്ഞുകുട്ടി, കുട്ടി ഗോപാലൻ എന്നിവരുടെ ഓർമ്മദിനമായിരുന്നു ആചരിച്ചത്. ഇരുവരുടെയും കുടുംബാംഗങ്ങളും സ്റ്റാഫും പങ്കെടുത്തു. ആൽഫ മാള ലിങ്ക് സെന്ററിൽ പ്രതിമാസ യോഗം ചേർന്നു. പ്രസിഡന്റ് AA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സെന്റർ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഈ മാസം തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. നിലവിലെ 2 കെട്ടിടങ്ങൾക്ക് പുറമെ വിപുലമായ ഫിസിയോതെറാപ്പി യൂണിറ്റിനുള്ള കെട്ടിടമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക. തുടർന്ന് 2 ഘട്ടങ്ങളിലായി ഡയാലിസിസ്, കെയർ ഹോം എന്നിവയുൾപ്പെടുത്തി സെന്ററിനെ ഹോസ്പീസാക്കി ഉയർത്തുന്ന രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.